Hi students, welcome back to Target Learning App. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോക്കസ് ഏരിയ റിവിഷനിൽ കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ നമുക്ക് അതിലെ ടോപ്പിക്സിലേക്ക് പോകാം. ഈ ചാപ്റ്റർ ഓൾറെഡി ഒരു ചെറിയ ചാപ്റ്ററാണ്. അതിൻ്റെ പുറമെ ഫോക്കസ് ഏരിയയിൽ വളരെ കുറഞ്ഞ ടോപ്പിക്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സോ നമുക്ക് ആദ്യം അതിൻ്റെ ടോപ്പിക്കിൻ്റെ റിവിഷൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് 2016 മുതൽ 2020 വരെയുള്ള SLC പരീക്ഷകളിൽ 5 വർഷങ്ങളിലായി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളുടെ വിശകലനവുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം നമുക്ക് അതിലുള്ള ടോപ്പിക്സ് എന്തൊക്കെയെന്നുള്ളത് നോക്കാം. അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്ക് ഒന്ന് ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനവും, രണ്ടാമതായിട്ട് ഗാൽവനിക് സെല്ല്, 3 വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ, നാലാമതായിട്ട് ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം. ഇത്രയും ടോപ്പിക്സ് ആണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് ഓരോ ടോപ്പിക്ക് നോക്കാം. ആദ്യം ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനവും. എന്താണ് ക്രിയാശീല ശ്രേണി എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഹങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ക്രിയാശീലമാണോ ഉള്ളത്? അല്ല, ക്രിയാശീലം വളരെ കുറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്വർണം, സിൽവർ, വെള്ളി പോലെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് ക്രിയാശീലം വളരെ കുറവാണ്. പ്ലാറ്റിനം പോലെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ക്രിയാശീലം വളരെ കുറവാണ്. അതേസമയം സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള ആൾക്കാരാണെങ്കിൽ ക്രിയാശീലത വളരെ കൂടുതലാണ്. സ്വർണം പോലെയുള്ള ആൾക്കാർക്ക് ക്രിയാശീലത കുറവായതുകൊണ്ടാണ് പ്രകൃതിയിൽ അത് സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നത്. സോ ലോഹങ്ങളുടെ ക്രിയാശീലം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിച്ചിരിക്കുന്ന ഈ ശ്രേണിയെയാണ് എന്ത് വിളിക്കുന്നത്? ക്രിയാശീല ശ്രേണി. ക്രിയാശീലം വളരെ കൂടുതലുള്ളതാണ് പൊട്ടാസ്യം, സോഡിയം പോലെയുള്ള ആൾക്കാർ. ഏറ്റവും കുറവാണ് സിൽവർ, ഗോൾഡ് പോലെയുള്ള ആൾക്കാർ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിയാശീല ശ്രേണി. ലോഹങ്ങളുടെ ക്രിയാശീലം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിച്ചിരിക്കുന്ന ഈ ശ്രേണിനെ വിളിക്കുന്ന പേരാണ് ക്രിയാശീല ശ്രേണി. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് എന്താണ് നമുക്ക് ആദേശ രാസപ്രവർത്തനം എന്നുള്ളതാണ് നോക്കാനുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ക്രിയാശീലം കൂടിയ ഒരു ലോഹം അതിനേക്കാളും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിൻ്റെ ലവണ ലായനിയിൽ മുക്കുവെക്കുമ്പോൾ ആ ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിനെ ആര് ആദേശം ചെയ്യും? ക്രിയാശീലം കൂടിയ ലോഹം ആദേശം ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആദേശ രാസപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഒരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറ് നിങ്ങൾക്കറിയാം. എന്താണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറ്? നീല കളറാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള അയോൺസുകൾ ഏതൊക്കെയാണ്? Cu2+ഉം അതേപോലെ തന്നെ SO4 2-ഉം. ഇനി അതിലേക്ക് നമ്മളൊരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യുകയാണ്. ഇവിടെ നമുക്കറിയാം സിങ്കിന് കോപ്പറിനേക്കാളും ക്രിയാശീലത കൂടുതലാണ്. ഇവിടെ സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അല്പസമയത്തിന് ശേഷം നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ കോപ്പർ ദണ്ടിൻ്റെ മുകളിൽ, ഈ സിങ്ക് ദണ്ടിൻ്റെ മുകളിൽ കോപ്പർ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ അല്പസമയത്തിന് ശേഷം ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സിങ്ക് ദണ്ടിൻ്റെ മുകളിൽ കോപ്പർ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ആദേശ രാസപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. അഥവാ ക്രിയാശീലം കൂടിയ സിങ്ക് അതിനേക്കാളും ക്രിയാശീലം കുറഞ്ഞ കോപ്പറിനെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്നും ആദേശം ചെയ്തെടുത്തു. ഇത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളാണ് എന്ത് വിളിക്കുന്നത്? ആദേശ രാസപ്രവർത്തനം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രിയാശീലം കുറഞ്ഞ ഒരു ലോഹം അതിനേക്കാളും ക്രിയാശീലം കൂടിയ ലോഹത്തിൻ്റെ ലവണ ലായനിയിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ട് കാര്യമില്ല. എന്ത് നടക്കൂല? ആദേശ രാസപ്രവർത്തനം നടക്കൂല. ആദേശ രാസപ്രവർത്തനം നടക്കണമെങ്കിൽ എല്ലായ്പ്പോഴും ക്രിയാശീലം കൂടിയ ലോഹം അതിനേക്കാളും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിൻ്റെ ലവണ ലായനിയിൽ മുക്കി വെക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ എന്ത് നടക്കുള്ളൂ? ആദേശ രാസപ്രവർത്തനം നടക്കുള്ളൂ. ഇനി ഇവിടെ നടന്ന പ്രവർത്തനം നമ്മൾ നോക്കാം. ഇവിടെ സിങ്ക് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ട് Zn2+ ആയിട്ട് ലായനിയിലേക്ക് പ്രവേശിക്കുന്നു. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന, ഇലക്ട്രോണുകൾ കൊടുക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സീകരണം എന്ന് വിളിക്കുന്നത്. എന്താണ്? ഓക്സീകരണം. ഇനി ഇവിടെ ലായനിയിൽ നമുക്ക് ഓൾറെഡി അറിയാം Cu2+ അയോണുകളാണ്. ഈ Cu2+ അയോണുകൾ ഈ സിങ്ക് വിട്ടുകൊടുത്ത 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ചുകൊണ്ട് എന്തായിട്ട് മാറും? കോപ്പർ ആറ്റമായിട്ട് മാറും. ആ കോപ്പർ ആറ്റമാണ് ഈ സിങ്ക് ദണ്ടിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇലക്ട്രോണുകൾ നേടുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നിരോക്സീകരണം. ഇലക്ട്രോണുകൾ നേടുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നിരോക്സീകരണം.
ഇനി ഇവിടെ ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുന്ന പ്രവർത്തനമായതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? റിഡോക്സ് പ്രവർത്തനം. എന്താണ്? റിഡോക്സ് പ്രവർത്തനം. ഇവിടുത്തെ റിഡോക്സ് പ്രവർത്തനം എന്താണ് നടന്നത്? റിഡോക്സ് പ്രവർത്തനം. ഇവിടെ നമുക്കറിയാം ഇനീഷ്യലി എന്താണുള്ളത്? സിങ്ക് ഉണ്ട്, അവിടെ പിന്നെ എന്താണുള്ളത്? കോപ്പർ സൾഫേറ്റ് ഉണ്ട്. രാസപ്രവർത്തനം നടന്നതിന് ശേഷം സിങ്ക് സൾഫേറ്റും അതേപോലെ തന്നെ എന്തുമായിട്ട് മാറി? കോപ്പറുമായിട്ട് മാറി. Zn+CuSO4 gives ZnSO4 plus Cu. ഇതാണത് ഇവിടെ നടന്ന റിഡോക്സ് പ്രവർത്തനം. Zn+CuSO4 gives ZnSO4 plus Cu. Zn+CuSO4 gives ZnSO4 plus Cu. ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഡോക്സ് പ്രവർത്തനം. അതേപോലെ തന്നെ ക്രിയാശീലം കൂടിയ ലോഹം അതിനേക്കാളും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്നും ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആദേശ രാസപ്രവർത്തനം. അവിടെ ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് എന്താ നടക്കുന്നത്? നിരോക്സീകരണവും. രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഡോക്സ് പ്രവർത്തനം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ആദേശ രാസപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഗാൽവനിക് സെൽ എന്താണെന്നുള്ളത് നോക്കാം. ഗാൽവനിക് സെല്ല് നമുക്കറിയാം. നമ്മൾ ഇനി ഈ ചാപ്റ്ററിൻ്റെ തന്നെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള വൈദ്യുത രസതന്ത്രം, അവിടെ രാസോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സെല്ലുകളുണ്ട്, വൈദ്യുതോർജ്ജം രാസോർജ്ജമാക്കി മാറ്റുന്ന സെല്ലുകളുണ്ട്. ഇത്തരം സെല്ലുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഗാൽവനിക് സെല്ല് നോക്കാം. ഗാൽവനിക് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ ഫലമായി രാസോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാൽവനിക് സെൽ എന്ന് വിളിക്കുന്നത്. സോ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒരു റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ ഫലമായി രാസോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാൽവനിക് സെൽ എന്ന് വിളിക്കുന്നത്. സോ അതിൽ നമുക്കറിയാം സിങ്ക് സൾഫേറ്റ് ലായനിയിലും കോപ്പർ സൾഫേറ്റ് ലായനിയിലുമാണ് മുക്കി വെച്ചിരിക്കുന്നത്. ഒരു വോൾട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സോൾട്ട് ബ്രിഡ്ജും കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സോൾട്ട് ബ്രിഡ്ജ്? എന്തിനാണ് കണക്ട് ചെയ്തത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോൾട്ട് ബ്രിഡ്ജ് സെല്ലിലെ ഇലക്ട്രോൺ പ്രവാഹം സ്ഥിരമായി നിലനിർത്തുന്നതിന് വേണ്ടി, ന്യൂട്രാലിറ്റി നിലനിർത്തിക്കൊണ്ട് സെല്ലിലെ ഇലക്ട്രോൺ പ്രവാഹം സ്ഥിരമായി സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ക്രിയാശീലം കൂടിയൊരു ലോഹം, ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ ക്രിയാശീലം കൂടിയൊരു ലോഹം അതിനേക്കാളും ക്രിയാശീലം കുറഞ്ഞ ഒരു ലോഹത്തിൻ്റെ ലവണലായി ക്രിയാശീലം കൂടിയൊരു ലോഹം അതേപോലെ അതിനേക്കാളും ക്രിയാശീലം കുറഞ്ഞ മറ്റൊരു ലോഹവുമായി ഇവിടെ സമ്പർക്കത്തിൽ വന്നിരിക്കുകയാണ്. അവിടെ ഒരു കോണ്ടാക്റ്റ് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇലക്ട്രോണെ കൈമാറാനുള്ള കഴിവുണ്ട്. ഇതിനടിസ്ഥാനമാക്കിയിട്ടാണ് ഗാൽവനിക് സെല്ല് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണ് അവിടെ രാസോർജ്ജം നമ്മൾ എന്താക്കി മാറ്റുന്നത്? വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയാശീലം കൂടിയ സിങ്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്തായിട്ട് മാറും? Zn2+ ആയിട്ട് മാറും. ഈ ഇലക്ട്രോണിൽ നിക്ഷേപിച്ചുകൊണ്ട് എന്തായിട്ട് മാറും? Zn2+ ആയിട്ട് മാറും. Zn gives Zn2+ 2 ഇലക്ട്രോൺ. ക്രിയാശീലം കൂടിയ ആൾക്ക് എല്ലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ഓക്സീകരണമാണ് സംഭവിക്കുക. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവമാണ് ഓക്സീകരണം. ക്രിയാശീലം കൂടിയ സിങ്ക് 2 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ട് എന്തായി മാറി? Zn2+. അങ്ങനത്തെ കുറേ സിങ്ക് ആറ്റങ്ങൾ ഇവിടെ ഉണ്ട്. ആ ഇലക്ട്രോണുകൾ ഈ കണ്ടക്റ്റിംഗ് വയർ മുഖേന, ഈ ചാലക കമ്പി മുഖേന എവിടെ എത്തുന്നു? കാഥോഡ്. പിന്നെ എവിടെ എത്തുന്നു? കോപ്പർ തണ്ടിൽ എത്തുന്നു. കോപ്പർ തണ്ടിൽ നമുക്കറിയാം ഇവിടെ ഓൾറെഡി സൊല്യൂഷനിൽ എന്തുള്ളത്? Cu2+ അയോണുകളാണ്. ഈ Cu2+ അയോണുകൾ ഈ 2 ഇലക്ട്രോണെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറും? കോപ്പറായിട്ട് മാറുകയും ചെയ്യും. ഇവിടെ ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്ന പ്രവർത്തനം ആയതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിരോക്സീകരണം. ഇലക്ട്രോണെ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ വോൾട്ട് മീറ്ററിൽ നമുക്ക് ഡിഫ്ലക്ഷൻ കാണാൻ കഴിയും. ഇവിടെ ഓക്സീകരണം നടന്ന ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. എന്താണ് വിളിക്കുന്നത്? ആനോഡ്. ഓക്സീകരണം നടന്ന ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. അതേപോലെ തന്നെ നിരോക്സീകരണം നടന്ന ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാഥോഡ്. എന്താണ്? കാഥോഡ്. ഇലക്ട്രോൺ പ്രവാഹം എവിടെ നിന്ന് എവിടേക്കായിരുന്നു? ക്രിയാശീലം കൂടിയ ലോഹത്തിൽ നിന്ന് ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിലേക്ക്, അഥവാ ആനോഡിൽ നിന്ന്
കാഥോഡിലേക്ക് അഥവാ ഓക്സീകരണം നടന്ന ഇലക്ട്രോഡിൽ നിന്ന് നിരോക്സീകരണം നടന്ന ഇലക്ട്രോഡിലേക്ക്. ഇലക്ട്രോൺ പ്രവാഹത ദിശ നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം, എന്നാലേ ഗാൽവനിക് സെൽ പൂർണ്ണമാവുകയുള്ളൂ. ക്ലിയർ? അതേപോലെ തന്നെ ഇവിടെ ആനോഡിന് നോക്കൂ, ഇവിടെ സിങ്ക് ഇലക്ട്രോണുകളെ നിക്ഷേപിക്കുന്നത് കൊണ്ട് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ആനോഡിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാഥോഡിൻ്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ഇവിടേക്ക് കണക്ട് ചെയ്തതും. ക്ലിയർ? അപ്പം ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോൺ പ്രവാഹ ദിശ എല്ലായ്പ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും, അഥവാ ഓക്സീകരണം നടന്ന ഇലക്ട്രോഡിൽ നിന്ന് നിരോക്സീകരണം നടന്ന ഇലക്ട്രോഡിലേക്കായിരിക്കും, അഥവാ ക്രിയാശീലം കൂടിയ ലോഹത്തിൽ നിന്ന് ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിലേക്കായിരിക്കും ഇലക്ട്രോൺ പ്രവാഹ ദിശ. ഇനി ഇതിൻ്റെ ഓവറോൾ പ്രവർത്തനം എഴുതുകയാണെങ്കിൽ, ഇവിടെ നടന്ന റിഡോക്സ് പ്രവർത്തനം എഴുതുകയാണെങ്കിൽ നമുക്കറിയാം ഈ 2 ഇലക്ട്രോണും ക്യാൻസലായിട്ട് പോകും. Zn+ Cu2+ gives Zn2++ Cu. ഇതാണ് ഇവിടെ നടന്ന റിഡോക്സ് പ്രവർത്തനം. അപ്പോൾ ഇതാണ് ഒരു ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇവിടെ ഓക്സീകരണം നടന്നിട്ടുണ്ട്, നിരോക്സീകരണം നടന്നിട്ടുണ്ട്. റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ ഫലമായി രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഇത്തരം സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാൽവനിക് സെൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ ഗാൽവനിക് സെല്ല് വരയ്ക്കാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫിഗർ തന്നിട്ട് അതിലെ തെറ്റുകൾ തിരുത്താനൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പം കാണാം. നെക്സ്റ്റ് വൈദ്യുത വിശ്ലേഷണ സെല്ലുകളാണ്. വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ നമ്മൾ രാസോർജം എന്താക്കി മാറ്റുകയായിരുന്നു? വൈദ്യുതോർജമാക്കി മാറ്റുകയായിരുന്നു. ഇവിടെ വൈദ്യുതോർജം എന്താക്കി മാറ്റാൻ പോവുകയാണ്? രാസോർജമാക്കി മാറ്റാൻ പോവുകയാണ്. ഇവിടെ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉരുകിയ അവസ്ഥയിലോ അല്ലെങ്കിൽ ജലീയ ലായനിയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്കറിയാം സെല്ലുണ്ട്. സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ആനോഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? കാഥോഡിലേക്കാണ്. ഗാൽവനിക് സെല്ലിലെ ആനോഡ് എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു. കാഥോഡ് എന്തായിരുന്നു? പോസിറ്റീവാണ്. ബട്ട് വൈദ്യുത വിശ്ലേഷണ സെല്ലിലെ ആനോഡ് എന്താണ്? പോസിറ്റീവാണ്. കാഥോഡ് നെഗറ്റീവാണ്. അവ തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാറുണ്ട്. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്, ആനോഡ് എന്താണ്? പോസിറ്റീവാണ് വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ. ഇവിടെ നമ്മൾ വൈദ്യുതോർജ്ജം അങ്ങോട്ട് കൊടുത്തിട്ട് രാസമാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്, രാസോർജ്ജമാക്കി മാറ്റുകയാണ്. ഇത്തരം സെല്ലുകളെയാണ് എന്ത് വിളിക്കുന്നത്? വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. ഇവിടെ ഇലക്ട്രോഡായിട്ട് നിങ്ങൾക്ക് സാധാരണ കേസിൽ കാർബണോ പ്ലാറ്റിനോ അങ്ങനെ ഇഷ്ടമുള്ള ഏത് ഇലക്ട്രോഡുകളും ഇലക്ട്രോഡായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം. ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണമാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ നോക്കാനുള്ള ഒരു ടോപ്പിക്ക്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഉരുകിയ സോഡിയം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡ് ലായനിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സോഡിയം ക്ലോറിനും മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം സോഡിയം ക്ലോറൈഡ് ലായനിയിൽ എന്തൊക്കെ ഉണ്ടാവും? സോഡിയം ഉണ്ടാവും, ക്ലോറിൻ ഉണ്ടാവും, അതേപോലെ തന്നെ എന്തുണ്ടാവും? ജലവും ഉണ്ടാവും. അതാണ് തമ്മിലുള്ള വ്യത്യാസം. സോ ഉരുകിയ NaCl ഉള്ള അയോണുകൾ ഏതൊക്കെയാണ്? NaCl gives Na++Cl-. ഉരുകിയ സോഡിയം ക്ലോറൈഡിലുള്ള അയോണുകളാണ് Na+ഉം Cl-ഉം. ഇനി ഇവിടെ നമുക്ക് എന്ത് നടക്കുന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്കറിയാം ഈ ലൈൻ ഇലക്ട്രോലൈറ്റ് ആയിട്ട് NaCl ആണ് എടുക്കേണ്ടത്. Na+ ഉണ്ടാവും, അതേപോലെ തന്നെ Cl- ഉണ്ടാവും. Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് അയോണുകൾ ഉണ്ടാവും. ഓരോ സ്ഥലത്തും എന്ത് നടക്കും എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ആനോഡിലെ കേസ് എടുക്കാം. ആനോഡ് എന്താണ്? പോസിറ്റീവാണ്. അവിടെ എന്താ നടക്കുന്ന പ്രവർത്തനം? എന്താണ്? ഓക്സീകരണമാണ് അവിടെ നടക്കുന്നത്. ആനോഡ് പോസിറ്റീവാണ്, ഓക്സീകരണമാണ് അവിടെ നടക്കുന്നത്. ഇവിടെ നോക്കൂ, Cl- അയോണുകളുണ്ട്, Na+ അയോണുകളുണ്ട്. Na+ നേരെ എവിടേക്ക് പോകും? നെഗറ്റീവിലേക്ക് പോകും. Cl- എവിടേക്ക് വരും? പോസിറ്റീവിലേക്ക് വരും. ഓപ്പോസിറ്റ് ചാർജസ്, വിപരീത ചാർജുകൾ പരസ്പരം എന്ത് ചെയ്യും? ആകർഷിക്കും. അതുകൊണ്ട് നെഗറ്റീവ് പോസിറ്റീവിലേക്കും പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകും. അപ്പോൾ ആനോഡിലേക്ക് വന്നത് ആരാ? Cl- ആണ്. അവിടെ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? ഓക്സീകരണം. സോ Cl- എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറും? Cl ആയിട്ട് മാറും. ആ സ്വതന്ത്രമാകുന്ന ക്ലോറിൻ വാതകം ഈ ആനോഡിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യും. ഇത് എഴുതുന്ന സമയത്ത് Cl ഡയാറ്റോമിക് ആയതുകൊണ്ട് Cl gives Cl2 എന്നും കൂടി എഴുതി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്താ എഴുതി വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർ 2Cl- gives Cl2 + 2 ഇലക്ട്രോൺ എന്ന് എഴുതി വെച്ചാലും കുഴപ്പമില്ല. ഏത് എഴുതി കഴിഞ്ഞാലും കറക്റ്റാണ്. ഓക്കെ,
2Cl മൈനസ് ഗീവ്സ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ? ഇനി അതേസമയം കാഥോഡിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. കാഥോഡ് എന്താണ്? നെഗറ്റീവാണ്. അവിടെ എന്ത് പ്രവർത്തനം നടക്കുന്നത്? നിരോക്സീകരണ പ്രവർത്തനമാണ് നടക്കുന്നത്. നിരോക്സീകരണ പ്രവർത്തനമാണ് നടക്കുന്നത്. Na+ അവിടേക്ക് എത്തുന്നു, ഇലക്ട്രോണെ സ്വീകരിക്കുന്നു. എവിടെ നിന്നാണ് ഇലക്ട്രോൺ കിട്ടുന്നത്? നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ബാറ്ററി വഴി ഇലക്ട്രോണുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലോറിൻ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുള്ള ഇലക്ട്രോണുകളുണ്ട്. അങ്ങനെ ആ ഇലക്ട്രോണെ സ്വീകരിച്ചിട്ട് സോഡിയം അവിടെ സ്വതന്ത്രമാവും. Na++ 1 ഇലക്ട്രോൺ. സോഡിയം അവിടെ പോയി ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറും? സോഡിയമായിട്ട് മാറും. ഇതാണ് ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുതവിശ്ലേഷണം. ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുതവിശ്ലേഷണം നടത്തുന്ന സമയത്ത് ആനോഡിൽ നമുക്ക് ക്ലോറിനും കാഥോഡിൽ നമുക്ക് എന്തും കിട്ടും? സോഡിയം കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ്, മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുതവിശ്ലേഷണം നടത്തി കഴിഞ്ഞാൽ ആനോഡിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ക്ലോറിൻ കിട്ടുന്നു. കാഥോഡിൽ നമുക്ക് എന്ത് കിട്ടുന്നു? സോഡിയം ലോഹവും കിട്ടുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ടോപ്പിക്സ് ഉള്ളത്. ഇനി നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ടോപ്പിക്സ് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. 2019 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഒരു ഇരുമ്പാണി CuSO4 ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു. ക്രിയാശീലത്തിൻ്റെ ക്രമം നമുക്കറിയാവുന്ന തന്നെയാണ്. Cuനേക്കാളും കൂടുതലാണ് ആർക്ക്? Feക്ക്. ചോദ്യം ഇതാണ്, അല്പസമയത്തിന് ശേഷം ഇരുമ്പാണിയിൽ എന്തു മാറ്റം നിരീക്ഷിക്കാൻ കഴിയും? ഇവിടെ നമുക്കറിയാം എന്ത് രാസപ്രവർത്തനമാണ് ഇവിടെ ഉദ്ദേശിച്ചത്? ആദേശ രാസപ്രവർത്തനമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇരുമ്പാണി കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ കോപ്പറിനെ ആര് ആദേശം ചെയ്യും? ഇരുമ്പാണി ആദേശം ചെയ്യും. ഇരുമ്പാണിൻ്റെ മുകളിൽ എന്ത് പറ്റി പിടിച്ചിട്ടുണ്ടാവും? കോപ്പർ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ അല്പസമയത്തിന് ശേഷം ഇരുമ്പാണിൻ്റെ മുകളിൽ എന്ത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും? കോപ്പർ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ക്രിയാശീലം കുറഞ്ഞ കോപ്പറിനെ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്നും ആര് ആദേശം ചെയ്തു? ഇരുമ്പാണി ആദേശം ചെയ്തു. ഇവിടെ നടക്കുന്ന ഓക്സീകരണ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ആർക്കാണ് അവിടെ ഓക്സീകരണം നടന്നത്? ഇരുമ്പാണിക്കാണോ കോപ്പറിനാണോ? ഇരുമ്പാണിക്കാണ് ഓക്സീകരണം നടന്നത്. നിരോക്സീകരണം ആർക്കാണ് നടന്നത്? കോപ്പറിനാണ്. അപ്പോൾ ഓക്സീകരണത്തിൻ്റെ സമവാക്യം Fe gives Fe2++ 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോണാണ് ആര് സ്വീകരിക്കുക? Cu2+ സ്വീകരിക്കുക. നിരോക്സീകരണ സമവാക്യം ചോദിച്ചിട്ടില്ല. എന്തായിരിക്കും നിരോക്സീകരണ സമവാക്യം? Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെയുള്ള ബോക്സിൽ തന്നിരിക്കുന്ന ലോഹങ്ങളും ലായനികളും ശ്രദ്ധിക്കുക. ഒരു ഗാൽവനിക് സെൽ നിർമ്മിക്കുന്നതിന് മുകളിൽ തന്നിരിക്കുന്നവയിലെ ഏതെല്ലാം ലോഹങ്ങളാണ് തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചത്. 2019 SLCക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തന്നിരിക്കുന്ന എല്ലാ സാധന സാമഗ്രികളും നമ്മൾ ഉപയോഗിച്ചോളുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പം ഇതിൽ നിന്ന് ഒരു ഗാൽവനിക് സെല്ല് നിർമ്മിക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ ചൂസ് ചെയ്യണം? ഇവിടെ നമുക്കറിയാം കോപ്പർ സൾഫേറ്റ് ലായനിയും മഗ്നീഷ്യം സൾഫേറ്റ് ലായനിയും മാത്രമേ തന്നിട്ടുള്ളൂ. സോ നമ്മൾ ഏതൊക്കെ ദണ്ടുകൾ എടുക്കണം? ഏതൊക്കെ ലോഹങ്ങളാണ് ചൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? കോപ്പർ എടുക്കണം, അതേപോലെ തന്നെ മഗ്നീഷ്യം എടുക്കണം. മഗ്നീഷ്യം സൾഫേറ്റും അതേപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് ലായനിയാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ എടുക്കേണ്ട ലോഹങ്ങൾ ഏതൊക്കെയാണ്? മഗ്നീഷ്യം ആൻഡ് കോപ്പർ. ദെൻ അടുത്തത് ചോദിച്ചത്, ഈ സെല്ലിലെ ആനോഡ് കാഥോഡ് ഇവ ഏതെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. അവിടെ റിയാക്ഷൻസും തന്നിട്ടുണ്ട്, റിയാക്ടിവിറ്റി സീരീസും തന്നിട്ടുണ്ട്. ആനോഡ് ഏതായിരിക്കും? MgCu സെല്ലിൽ ആനോഡ് ഏതായിരിക്കും? Mg ആണ്. കാഥോഡ് ഏതാണ്? Cu ആണ്. ആനോഡ് Mg, കാഥോഡ് Cu. ഇനി ഈ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവിടെ MgCu സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനമാണ് എഴുതാൻ വേണ്ടി പറഞ്ഞത്. നമുക്കറിയാം Mg+Cu2+ gives Mg2++ Cu. ഇവിടുത്തെ ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം ചോദിച്ചിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ ഇത് കിട്ടാവുന്നതേ ഉള്ളൂ. എന്താണ് ഓക്സീകരണ പ്രവർത്തനം? Mg gives Mg2++ 2 ഇലക്ട്രോൺ. നിരോക്സീകരണ പ്രവർത്തനം എന്താണ്? Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. അതാണ് കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് ചോദിച്ചിട്ടില്ല, ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം. Mg+Cu2+ ഗീവ്സ് Mg2++ Cu. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2018 ചോദിച്ച മറ്റൊരു ചോദ്യം നോക്കൂ. സിൽവർ നൈട്രേറ്റ് ലായനിയിൽ കോപ്പർ കമ്പി ഇറക്കി വെച്ചിരിക്കുന്നതിൻ്റെ ചിത്രം നിരീക്ഷിക്കുക. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ഫിഗറാണ്. ടെക്സ്റ്റ് ബുക്കിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത്. ഇവിടെ ലായനിക്കുണ്ടാകുന്ന നിറവ്യത്യാസം എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ലായനിക്ക് എന്ത് നിറവ്യത്യാസമാണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ഇവിടെ നമുക്കറിയാം ക്രിയാശീലം കോപ്പറിന്
എന്തിനേക്കാളും കൂടുതലാണ്? സിൽവറിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് പ്രവർത്തനം നടക്കും? ആദേശ രാസപ്രവർത്തനം നടക്കും. കോപ്പർ ആരെ ഡിസ്പ്ലേസ് ചെയ്യും? സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യും. ലായനിയിലേക്ക് എന്ത് കടന്നു വരും? Cu2+ അയോണുകൾ കടന്നു വരും. ഇവിടെ ലായനിക്കുണ്ടാകുന്ന നിറവ്യത്യാസമാണ് ചോദിച്ചത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, പല കുട്ടികളും ഇതൊരു ഹാഷ് കളർ ചാരനിറമാണെന്ന് വിചാരിച്ചു വെക്കും, അല്ലെങ്കിൽ ഡാർക്ക് കളറാണെന്ന് വിചാരിച്ചു വെക്കും. പക്ഷേ ഡാർക്ക് അല്ല. ഇവിടെ കോപ്പർ സൾഫേറ്റിൻ്റെ നിറം ഓൾറെഡി നമ്മൾ പഠിച്ചാണ്, നീല നിറമാണ്. അതിൽ നീല നിറം കൊടുക്കുന്നത് ആരാണ്? Cu2+ അയോണുകളാണ്. ആ Cu2+ അയോണുകളാണ് ഇവിടെ AgNO3യിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, Ag-നെ ആര് ഡിസ്പ്ലേസ് ചെയ്യൂ? കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യൂ. സോ കോപ്പർ നൈട്രേറ്റിൻ്റെ കളർ എന്തായിരിക്കും? നീല നിറമായിരിക്കും. ക്ലിയർ? ഓക്കെ. ദെൻ രാസപ്രവർത്തനത്തിൻ്റെ സമീകരിച്ച സമവാക്യം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമീകരിച്ച സമവാക്യം ഇവിടെ എന്തൊക്കെയുള്ളത്? നമുക്കറിയാം, കോപ്പർ ഉണ്ട്, അതേപോലെ തന്നെ എന്തെടുത്തത്? AgNO3. കോപ്പറും സിൽവർ നൈട്രേറ്റും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? കോപ്പർ നൈട്രേറ്റ് ഉണ്ടാവും. കോപ്പർ നൈട്രേറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, CuNO3 ട്വൈസ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറിൻ്റെ വാലൻസി 2 ആണ്, NO3 1 ആണ്. പ്ലസ് എന്തും കൂടെ ഉണ്ടാവും? Ag ഉണ്ടാവും. ബാലൻസ് സമീകരിച്ച സമവാക്യമാണ് ചോദിച്ചത്. NO3 ട്വൈസ് ഉള്ളതുകൊണ്ട് 2AgNO3 ആക്കണം. 2AgNO3 ആവുന്നതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? 2Ag. സോ Cu + 2AgNO3 ഗീവ് CuNO3 ട്വൈസ് പ്ലസ് 2Ag. ക്ലിയർ അല്ലേ? ഇത് 2018 ആദേശ രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2018 മറ്റൊരു ചോദ്യം നോക്കൂ. ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ ആനോഡിലും കാഥോഡിലും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളേവ? ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണെന്ന് ഓൾറെഡി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാണ്. ആനോഡിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ക്ലോറിൻ ആണ്. കാഥോഡിൽ നമുക്ക് എന്താ കിട്ടുന്നത്? സോഡിയമാണ് നമുക്ക് കാഥോഡിൽ ലഭിക്കുന്നത്. ക്ലിയർ? ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ആനോഡിൽ ക്ലോറിൻ വാതകവും കാഥോഡിൽ സോഡിയം ലോഹവുമാണ് നമുക്ക് ലഭിക്കുന്നത്. ദെൻ നെക്സ്റ്റ് 2017 ചോദിച്ചൊരു ചോദ്യം നോക്കൂ. ചില ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണി കൊടുത്തിട്ടുണ്ട്. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ എന്തു സംഭവിക്കുമെന്ന് എഴുതുക. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഒരു കഷ്ണം മഗ്നീഷ്യം താഴ്ത്തി വെക്കുന്നു. എന്തായിരിക്കും സംഭവിക്കുക? മഗ്നീഷ്യം കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, കോപ്പറിനേക്കാളും ക്രിയാശീലം കൂടിയ ആളാണ് ആര്? മഗ്നീഷ്യം. കോപ്പറിനേക്കാളും ക്രിയാശീലം കൂടിയിട്ടുള്ള ആളാണ് ആര്? മഗ്നീഷ്യം. സ്വാഭാവികമായിട്ട് എന്ത് നടക്കും? ആദേശ രാസപ്രവർത്തനം നടക്കും. കോപ്പറിനെ ആര് ഡിസ്പ്ലേസ് ചെയ്യും? മഗ്നീഷ്യം ഡിസ്പ്ലേസ് ചെയ്യും, ആദേശം ചെയ്യും. കോപ്പറിനെ ആരാദേശം ചെയ്യുന്നു? മഗ്നീഷ്യം ആദേശം ചെയ്യുന്നു. മഗ്നീഷ്യം തണ്ടിൻ്റെ മുകളിൽ എന്ത് പറ്റി പിടിച്ചിട്ടുണ്ടാവും? കോപ്പർ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ദെൻ ഒരു കഷ്ണം സിൽവർ സിങ്ക് സൾഫേറ്റ് ലായനിയിൽ താഴ്ത്തി വെക്കുന്നു. സിൽവർ സിങ്ക് സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ആദേശ രാസപ്രവർത്തനം നടക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സിൽവർ സിങ്ക് സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ആദേശ രാസപ്രവർത്തനം നടക്കുമോ? ഇല്ല. നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് സിൽവർ ആദേശ രാസപ്രവർത്തനം നടക്കണമെങ്കിൽ ക്രിയാശീലം കൂടിയ ലോഹം എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? കുറഞ്ഞ ലോഹത്തിൻ്റെ ലവണ ലായനിയിൽ മുക്കി വെക്കണം. നേരെ തിരിച്ചു വെച്ചാൽ നടക്കില്ല. ഇവിടെ അതുകൊണ്ട് എന്ത് നടക്കൂല? രാസപ്രവർത്തനം നടക്കൂല. നോ റിയാക്ഷൻ. ഇവിടെ പ്രവർത്തനം നടക്കുന്നുണ്ടോ? ഒരു പ്രവർത്തനം നടക്കൂല. കാരണം എന്താ? ഇവിടെ ക്രിയാശീലം കുറഞ്ഞ സിൽവർ ആണ് എന്തിനകത്ത് മുക്കി വെച്ചത്? സിങ്ക് സൾഫേറ്റിൽ മുക്കി വെച്ചത്. ക്ലിയർ? ഇനി FeAg എന്നീ ഇലക്ട്രോഡുകൾ ചേർത്ത് നിർമ്മിക്കുന്ന ഒരു ഗാൽവനിക് സെല്ലിൻ്റെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് ഏതായിരിക്കും? ഏതാണ് ഇവിടുത്തെ സെല്ല്? FeAg ഗാൽവനിക് സെല്ലാണ്. ഇതിലെ ഇവിടെ ചോദിച്ചത് ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് ഏതായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഗാൽവനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് എന്താണ്? പോസിറ്റീവുമാണ്. സോ ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് ആരാണ്? സിൽവർ ആയിരിക്കും. ക്ലിയർ? സിൽവർ അല്ലേ ഇവിടെ കാഥോഡ്? ക്രിയാശീലം കുറഞ്ഞ ആളാരാണ്? സിൽവർ ആണ്. സോ അതാണ് എന്ത്? പോസിറ്റീവ് ഇലക്ട്രോഡ്. ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. പോസിറ്റീവ് എന്ന് കാണുമ്പോൾ Fe എഴുതാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ദാറ്റ്സ് റോങ്. ഏതാണ് പോസിറ്റീവ്? സിൽവർ ആണ്. ക്ലിയർ? ഓക്കെ. ദെൻ നെക്സ്റ്റ് 2016 ചോദിച്ചൊരു ചോദ്യം നോക്കൂ. വൈദ്യുത രാസസെല്ലുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ചില ലവണലായനികളും ലോഹദണ്ഡുക്കളും ചുവടെ കൊടുത്തിരിക്കുന്നു. ലവണലായനികൾ തന്നിട്ടുണ്ട്, ലോഹദണ്ഡുകളും തന്നിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഒരു വൈദ്യുത രാസസെല്ലിൻ്റെ ചിത്രം വരയ്ക്കുക. ഇവിടെ ഇത് ഉപയോഗിച്ചിട്ട് വരയ്ക്കാവുന്ന ഒരു സെല്ലാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും, അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സോ അതെടുക്കാം. അതേപോലെ CuCuSO4 എടുക്കാം. സോ MgCu സെല്ല് നമുക്ക് വരയ്ക്കാൻ കഴിയും. MgCu ഗാൽവനിക് സെല്ല്. അതേപോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ സിൽവറും എടുക്കാം. AgNO3 ഉണ്ട്, സോ AgNO3യും Mg എടുക്കാം, അല്ലെങ്കിൽ CuAgNO3 അങ്ങനെ സെല്ലും നമുക്ക് വരക്കാം. CuAg സെല്ല് വരക്കാം, അല്ലെങ്കിൽ MgAg സെല്ല് വരക്കാം.
ഇവിടെ നമുക്കൊരു MgCu സെല്ല് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ നമ്മൾ എന്തെടുക്കണം, 2 ബീക്കർ എടുക്കണം. ഒരു ബീക്കറിൽ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കണം. അതിൻ്റെ അകത്ത് എന്താണ് ഡിപ്പ് ചെയ്യേണ്ടത്? നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റിനകത്ത് മഗ്നീഷ്യം ദണ്ട് ഡിപ്പ് ചെയ്യണം. വേറെ ഒരു ബീക്കർ എടുക്കണം. അതിൽ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കണം. അവിടെ നമ്മൾ കോപ്പർ ദണ്ട് ഡിപ്പ് ചെയ്യണം. എന്നിട്ട് ഒരു കണ്ടക്റ്റിംഗ് വയർ മുഖേന, ഒരു ചാലക കമ്പി മുഖേന ഒരു വോൾട്ട് മീറ്ററായിട്ട് കണക്ട് ചെയ്യണം. അതേപോലെ ഒരു സോൾട്ട് ബ്രിഡ്ജും നമ്മൾ ഉപയോഗിക്കണം. ക്ലിയർ? ഇവിടെ ഇതെന്താണ്? Mg റോഡാണ്. ഇതെന്താണ്? കോപ്പർ റോഡാണ്. ഇനി എവിടേക്ക് ആയിരിക്കും ഇലക്ട്രോൺ പ്രവാഹ ദിശ? Mgയിൽ നിന്ന് Cu. നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം, ഗാൽവനിക് സെല്ല് വരയ്ക്കുന്ന സമയത്ത് ഇലക്ട്രോൺ പ്രവാഹ ദിശ കാണിച്ചിരിക്കണം, എന്നാലേ അത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് MgCu ഗാൽവനിക് സെല്ല്. ഇനി ഇവിടെ ചോദിച്ചത് നിങ്ങൾ നിർമ്മിച്ച ഈ വൈദ്യുത രാസ സെല്ലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇലക്ട്രോഡുകൾ തിരിച്ചറിയുക. ഏതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്? ഇതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്, Mg ആണ്. പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? Cu. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഗാൽവനിക് സെല്ലിൽ ആനോഡ് എന്താണ്? നെഗറ്റീവാണ്. കാഥോഡ് എന്താണ്? പോസിറ്റീവാണ്. ക്ലിയർ അല്ലേ? ഇവിടുത്തെ ഇക്വേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ Mg gives Mg2++ 2 ഇലക്ട്രോൺ. ഇവിടെ എന്താണ്? Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. നിരോക്സീകരണമാണ് അവിടെ നടന്നത്. ഇവിടെ എന്താണ്? ഓക്സീകരണം. ഇലക്ട്രോൺ പ്രവാഹദിശ നമുക്കറിയാം, ക്രിയാശീലം കൂടിയ ലോഹത്തിൽ നിന്ന് കുറഞ്ഞ ലോഹത്തിലേക്കായിരിക്കും. ക്ലിയർ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2020 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഒരു ഗാൽവനിക് സെല്ല് വരയ്ക്കാൻ തന്നെ നിർമ്മിക്കാൻ ആവശ്യമായ തിരഞ്ഞെടുത്ത് സെല്ല് ചിത്രീകരിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ നമ്മൾ എടുക്കാവൂ. ഇവിടെ കുറേ സാധനങ്ങൾ തന്നെന്ന് വിചാരിച്ച് എല്ലാ സാധനവും ഉപയോഗിച്ച് സെല്ല് വരച്ചോളുന്നില്ല. ഇവിടെ നോക്കൂ, Mg ഉണ്ട്, MgSO4 ഉണ്ട്, Cu ഉണ്ട്, CuSO4 ഉണ്ട്. അപ്പോൾ ഏതാണ് സെല്ല്? MgCu സെല്ലാണ്. നമ്മൾ തൊട്ട് മുമ്പ് വരുന്ന സംഭവം. ഇവിടെ സിൽവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? സിൽവർ നൈട്രേറ്റ് ലായനി തന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറായി MgCu സെല്ലാണ് നമ്മൾ വരക്കേണ്ടത്. നമ്മൾ തൊട്ടുമുമ്പ് വരച്ചു MgCu സെൽ. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ അതിലെ ബി ക്വസ്റ്റ്യൻ ചോദിച്ച് നോക്കൂ. ഈ സെല്ലിലെ ആനോഡ് ഏതെന്ന് ചോദിക്കുന്നുണ്ട്. ഏതായിരിക്കും ഇവിടുത്തെ ആനോഡ്? ഏതായിരിക്കും? MgCu സെല്ലിലെ ആനോഡ് ഏതാണ്? Mg തന്നെയാണ്. ദെൻ കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതാനാണ് ചോദിച്ചത്. ഇവിടുത്തെ കാഥോഡ് ഏതാണ്? Cu ആണ്. സോ അവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്താണ്? Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. അവിടെ മഗ്നീഷ്യത്തിന് നടക്കുന്ന റിയാക്ഷൻ ചോദിച്ചിട്ടില്ല. അവിടെ എന്താണ്? Mg ഗീവ്സ് Mg2++ 2 ഇലക്ട്രോൺ. 2020 ചോദിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് 2020 തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം നടത്തുന്നു. ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന അയോണുകളേവ? ഈ ടോപ്പിക് ഇപ്രാവശ്യത്തെ ഫോക്കസ് ഏരിയയിലും കൂടെ ഉള്ള ടോപ്പിക് ആയതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. NaCl അയോണുകൾ ഏതൊക്കെയാണ്? ഉരുകിയ NaCl Na+ഉം അതേപോലെ തന്നെ Cl-, Na+ഉം Cl-. ദെൻ നെക്സ്റ്റ് ചോദിച്ചത് വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകം ഏത്? പോസിറ്റീവ് ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകം ഏതാണ്? ആനോഡിൽ നമുക്കറിയാം വൈദ്യുത വിശ്ലേഷണ സെല്ല് ആനോഡ് പോസിറ്റീവാണ്. അവിടെ ഏത് വാതകമാണ് സ്വതന്ത്രമാക്കുന്നത്? ക്ലോറിൻ ആണ്. കാഥോഡിൽ എന്താ സ്വതന്ത്രമാക്കപ്പെടുന്നത്? സോഡിയമാണ്. കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതാനാണ് ചോദിച്ചത്. എന്താണ് നമുക്കവിടെ കിട്ടുന്നത്? സോഡിയമാണ്. Na++ 1 ഇലക്ട്രോൺ ഗീവ്സ് Na. Na++ 1 ഇലക്ട്രോൺ ഗീവ്സ് Na. ഇതാണ് കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം. ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അതൊന്ന് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഗാൽവനിക് സെല്ലും വൈദ്യുത വിശ്ലേഷണ സെല്ലും ഒന്ന് നന്നായിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വരച്ച് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതിൽ നിന്ന് ഉറപ്പാണ് ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ ആദേശ രസപ്രവർത്തനം നന്നായിട്ട് നോക്കുക. ഓക്കെ. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.